ഒരു കാര്യം പറയാം, ഈ ബനാന ബ്രെഡ് നിങ്ങൾ ഒരു പ്രാവശ്യം ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയുന്നു, നിങ്ങൾ വീണ്ടും വീണ്ടും ബേക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു മിക്സിംഗ് ബൗളിനകത്ത് 250 ഗ്രാംസ് നല്ല പഴുത്ത പഴം നന്നായിട്ട് മാഷ് ചെയ്യണം. ഈ പരുവമായതിനു ശേഷം 250 ഗ്രാംസ് നമുക്ക് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വിസ്ക് ചെയ്യണം. എല്ലാം മെൽട്ടായി മാഷായി വരുമല്ലോ. ഈ സമയത്ത് നമുക്കിതിനകത്ത് 3 കോഴിമുട്ട 1 by 1 ആയിട്ട് പൊട്ടിച്ചൊഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 150 ഗ്രാം മൈദ റിഫൈൻ ഫ്ലവർ, അതിൻ്റെ കൂടെ തന്നെ 6 ഗ്രാം ബേക്കിംഗ് സോഡ. മൈദയുടെ കൂടെ തന്നെ ഇടണേ, എന്നാൽ ഈവനായിട്ട് അത് മിക്സ് ആവത്തുള്ളൂ. ഒന്ന് ജെൻറ്റലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനിഷ്യലായിട്ട് നന്നായി ഫോൾഡായി വരണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഴം നന്നായിട്ട് പഴുത്തിരിക്കണം, എന്നാലേ ബനാന ബ്രെഡിന് നല്ല ടേസ്റ്റ് ആവത്തുള്ളൂ. ഇപ്പം ഒരു 150 ml ഓയിൽ, റിഫൈൻഡ് ഓയിൽ എല്ലാം കൂടി നന്നായിട്ട് ജെൻറ്റലായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 75 ഗ്രാംസ് വാൾനട്ട്സ് വേണം, ക്രഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ പകുതി മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷായിട്ട് ഇടാൻ വേണ്ടി. മോൾഡിനകത്ത് ഒഴിക്കുമ്പോഴത്തേക്ക് പകുതി ലെവൽ മാത്രം ഒഴിച്ചാൽ മതി, അതിൻ്റെ കൂടുതൽ ഒഴിക്കണ്ട. വാൾനട്ട്സ് ഗാർണിഷ് ചെയ്തിട്ട് ബാക്കി വന്ന ബാറ്റർ ഞാൻ കപ്പ് കേക്ക് ഉണ്ടല്ലോ ആ മോൾഡിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം അവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് 170. ഒരു 30 to 40 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്തതിന് ശേഷം തണുത്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. അത്രേ ഉള്ളൂ, നമ്മുടെ കിടിലൻ ബനാന ബ്രെഡ് റെഡിയാണ്. അപ്പോൾ ഈ ബനാന ബ്രെഡിൻ്റെ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, എവറിബഡി ക്യാൻ കുക്ക് ആൻഡ് എവറിബഡി ഹാസ് ടു കുക്ക്.